ഹലോ കൂട്ടുകാരെ, അപ്പൊ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത്. എന്താ പറയുക, നമ്മുടെ വീഡിയോക്ക് വരുന്ന പല അഭിപ്രായങ്ങളും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചെയ്തൊരു ഷോർട്ട് ഫിലിം, അത് ചെറിയൊരു കണ്ടന്റ് പോലെ ചെയ്തതാണ്. പക്ഷെ ഞങ്ങള് മനസ്സിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും പലർക്കും ആൾക്കാർ കമന്റ് ഇട്ടപ്പോഴാണ് നമ്മൾ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുന്ന പോലും. പക്ഷെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളെ കുറിച്ച് ഒരുപാട് പേര് കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്, നമുക്കൊരു പ്രശ്നം ഉണ്ടാവരുത് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ പറയണ്ടത്, എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു. വീഡിയോ ഇട്ടത് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല, അതിന്റെ ബാക്കി വീഡിയോ വരുന്നുണ്ട്. അതിലാണ് യഥാർത്ഥത്തിലുള്ള സസ്പെൻസ് ഉള്ളത്. സസ്പെൻസ് പാർട്ട് 2 വരുന്നുണ്ട്. സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത് അതിലാണ്. പിന്നെ ചെറുതായിട്ട് വണ്ടിയിൽ നിന്നൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ എന്താ പറയുക, തയ്യലൊക്കെയാണ് കുറച്ചൊന്ന് സ്റ്റോപ്പായി നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് വെട്ടുകയും സ്റ്റിച്ച് ചെയ്യാനൊക്കെ എനിക്ക് ഈ കൈ കൊണ്ട് പറ്റുന്നില്ല. കൈക്കെന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ കുഴയ്ക്ക് ഭയങ്കര പെയിനാണ്. എന്നുവെച്ചാൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വളയാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഇന്ന് രാവിലെയും ഇന്നലെ നൈറ്റ് ഒക്കെ ഹോസ്പിറ്റലിൽ പോയി തിരുമ്മി. ഡോക്ടർ പറഞ്ഞത് ചതവ് കാണും, എക്സ്റേ എടുക്കാൻ പറഞ്ഞു. നട്ടലിന്റെ എക്സ്റേ എടുക്കണം, കൈയുടെ എക്സ്റേ എടുത്തിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ തയ്യലൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. കൂടാതെ എനിക്ക് ഈയിടെ ഒട്ടും വയ്യായിരുന്നു, വേദനയൊക്കെ എടുത്ത്. അപ്പൊ എന്നെ എടുത്തോണ്ട് അവക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചാല് പെയിൻ, നല്ല രീതിയിൽ പെയിനായി, ബോഡി പെയിൻ നന്നായിട്ടുണ്ട്. നടക്കാനൊന്നും പറ്റുന്നില്ല. ഈ ആമവാദത്തിനെ കുറിച്ച് അറിയാവുന്നവർക്ക് നമ്മളിത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നടക്കാനൊന്നും പറ്റുന്നില്ല. രാവിലെ എഴുന്നേക്കാൻ പറ്റുകയോ, രാവിലെ എന്നല്ല നോർമലി തന്നെ നടക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ ചെറിയ നമ്മുടെ വിരലുകളുടെ ജോയിന്റിന് വരെ പെയിനായി തുടങ്ങി. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ പാലൊക്കെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം എന്നുള്ള രീതിയിൽ ഇരുന്നത്. പക്ഷെ ഇനി എന്തായാലും അത്രയും നാൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചാല്, പുള്ളിക്കാരൻ ഇന്നലെ കൊണ്ടുപോയിട്ട് ഞങ്ങള് 2.5 മാസത്തെ കുത്തിവയ്പ്പ് എടുത്ത്. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. പനിയുണ്ട്, ചൂട് നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്കെന്ന് വെച്ചാല്, നമുക്ക് മോന്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂട് നമ്മൾ എടുക്കുമ്പോൾ, നമുക്ക് ഇതാദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ടാവും, എടുക്കുമ്പോഴത്തെ ഭയങ്കര ചൂടാണ്. മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ അതിന്റെ ആണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് കരച്ചിലും, ഭയങ്കര ഇപ്പം 2 ദിവസമായിട്ട് കുറച്ച് എന്താ പറയുന്നത്, വാശിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് എടുത്തോണ്ടിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട്, നമ്മൾ ക്രിസ്തീയ ഭക്തിപ്പാട്ടോ അല്ലെങ്കിൽ ക്രിസ്തീയ പ്രയറോ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ മിണ്ടത്തില്ല, സൈലന്റ് ആയിട്ട് അങ്ങനെ. ഞാനും അങ്ങനെ ഇടയ്ക്ക് ഇവളില്ലാത്ത സമയത്ത് ഞാനും ഉറക്കുന്ന അങ്ങനെയൊക്കെയാ. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല, സൈലന്റ് ആണ്. പിന്നെ അങ്ങനെ കിടന്നോളും കുറെ നേരം. ഇപ്പൊ ഇത്രയും നേരം കുറച്ചു മുമ്പ് കരച്ചിലായിരുന്നു. ഞങ്ങളങ്ങനെ മാതാവിന്റെ കുറച്ച് പാട്ട് ഇട്ട് കൊടുത്ത്, അങ്ങനെ ആ പാട്ടും കേട്ട് പാട്ട് ഓഫ് ആക്കി കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പാട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തെ പാട്ടും കേട്ട് മോനെന്തായാലും കുറച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പാട്ട് ഇട്ട് കൊടുക്കുന്ന ലൈറ്റ് ഒരു വെറൈറ്റി ആട്ടോ. ഞാൻ ആ ലൈറ്റ് കാണിച്ചു തരാം. ആ ലൈറ്റ് സത്യം പറഞ്ഞാൽ ആ ലൈറ്റും കൂടി ഇടുമ്പോൾ, ആ ലൈറ്റിനകത്ത് സ്പീക്കർ വരുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ്. അപ്പം ആ ലൈറ്റിനകത്ത് തന്നെ സ്പീക്കറും വരുന്നത് കൊണ്ടാണ് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ പാട്ടിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിങ്ങനെ നോക്കി, ആ ലൈറ്റേലും നോക്കി ആ പാട്ടും കേട്ട് അങ്ങനെ കിടന്നുറങ്ങും. കുറെ നേരം ഉറങ്ങും. പാട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറെ നേരം കിടന്നുറങ്ങും. പിന്നെ ആ പാട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ എഴുന്നേക്കും. ചിരിച്ചുകൊണ്ട് കിടക്കുക കേട്ടോ. ഇപ്പൊ നല്ല ചിരിയും തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കാൻ. ഗബ്രൂച്ചേ ഇപ്പൊ കുറച്ച് നിർബന്ധത്തിലാണ്. എന്നുവെച്ചാല് ആ വേദനയൊക്കെ ഉണ്ടായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു കാലിനൊക്കെ. അതിന്റെ കുറച്ച് നിർബന്ധമാണ്. ലൈറ്റ് ഞാനിവിടെ വെച്ചിരുന്ന, നമുക്ക് വെട്ടം കിട്ടാൻ വേണ്ടി ഒരു ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൂടി വീണ്. റിംഗ് ലൈറ്റ് ഒന്നല്ല, ചെറിയൊരു LED ബൾബ് വാങ്ങിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച്. ഇനി റിംഗ് ലൈറ്റ് ഒക്കെ നമുക്ക് പയ്യെ കൊണ്ട് മേടിക്കണം എങ്ങനെയെങ്കിലൊക്കെ. അപ്പോ അതൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഞാൻ ലൈറ്റ് കാണിക്കാന്ന് പറഞ്ഞത്, അയ്യോ കാണുന്നില്ലയോ? എവിടെ? ആ കാണുന്നുണ്ടാ? അതാണ് ഒരുപാട് കളറുണ്ട്. ഏണ്ടേ 12 കളറുണ്ട്. അപ്പം ഈ കളറിലാണ് ആ ബൾബിനകത്ത് സ്പീക്കറും ഉണ്ട്. അപ്പൊ ആ സ്പീക്കർ കൂടി ഇടുമ്പോഴത്തേക്ക് അതിലാണ് മോനിങ്ങനെ കേട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇതൊക്കെയാണ് വിശേഷങ്ങള്. പിന്നെ നമ്മള് വീട് പണി തുടങ്ങാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിലൊക്കെയാണ്. വീട് പണി അല്ല, ഒരു ചെറിയ ഷെഡ് അടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലൊക്കെയാണ്. ഒന്നും ശരിയായിട്ടില്ല.
എന്താ പറയുന്നത്, നമ്മള് യൂട്യൂബിൽ ഇതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞ ഉടനെ ആൾക്കാർ പറയും നമ്മൾ സഹായം മേടിക്കാൻ വരുവാണ്, സിമ്പതിക്ക് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്, അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷനും കാര്യങ്ങൾ ഇടാൻ സത്യത്തിൽ മടിയാണ്. പിന്നെ എല്ലാവരും പറയാറുണ്ട് അന്നൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ വീഡിയോസ് വേണമെന്ന് ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ മനസ്സിലാക്കുന്നവരും പറയാറുണ്ട്. ഡോറയ്ക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഡോറയുടെ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയും ഡോറ. അയ്യോ അല്ല എന്തായിരുന്നു ചോദിച്ചേ? ഒന്നാമത് ഇതിനൊക്കെ പൊളിഞ്ഞിരിക്കുക, അത് തന്നെ നിനക്ക് പാടണം അല്ലേ? അല്ല എന്താ ചോദിച്ചേ? ഒന്നാമത് ഭിത്തി പൊട്ടി. അതല്ല ക്വസ്റ്റ്യൻ നമ്മുടെ വീട് ഷെഡ് അടിക്കുന്നതിനെ കുറിച്ചുള്ള ഡോറയുടെ അഭിപ്രായവും കാര്യങ്ങളും, പിന്നെ അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേഷൻ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള. നമ്മളിപ്പോ നമ്മുടെ ഫാമിലി ആയിട്ടാണ് ഈ കണക്കാക്കുന്ന എല്ലാരും അല്ലേ? അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മുടെ വിശേഷങ്ങളെല്ലാം തന്നെ പറയണ്ടേ? അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അന്ന് വീട് ഇതുപോലെ ഇടിഞ്ഞത് കാണിച്ചതും പിന്നെ ഇനി ഒരു റൂം എടുക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അതങ്ങനെ നമ്മുടെ അടുത്ത് പറയുമ്പോ ഒരിക്കലും ഇപ്പൊ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും നെഗറ്റീവായിട്ടൊക്കെ എടുക്കണ്ടെന്നാണ് ഞങ്ങൾ. പിന്നെ ഓരോരുത്തരുടെ ഓരോ മൈൻഡ് അല്ലേ. പ്രധാനമായിട്ടും നമുക്കിപ്പം നമ്മള് വിചാരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം എന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ, അങ്ങനെയുള്ള നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. അതെ, എങ്ങനെയായാലും നമ്മളാണെങ്കിൽ തന്നെ മറ്റൊരു ചാനലിലെ വീഡിയോ കാണുമ്പോൾ നമ്മള് അഭിപ്രായം പറയത്തില്ലേ? അതുപോലെ തന്നെ ഉള്ളു. അല്ലാതെ എല്ലാരും പോസിറ്റീവ് പറയണം ചിന്തിച്ചല്ല നമ്മൾ ആരും വീഡിയോസ് ഇടുന്നത്. പിന്നെ വീട് പണിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, ലോൺ വെച്ചിട്ടൊന്നും ശരിയായിട്ടില്ല, മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് വരുന്ന വരുമാനം അനുസരിച്ച് ഇപ്പൊ യൂട്യൂബിൽ നിന്നാണെങ്കിലും നമ്മുടെ ചിരിച്ചുകൊണ്ട് കാര്യം പറയാൻ ശ്രമിക്കട്ടെ, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. നമ്മളിപ്പോ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയാൻ ഇങ്ങനെ ശ്രമിക്കും. വേണ്ടേ നമ്മുടെ ചാനലിൽ നമ്മുടെ ആൾക്കാർ നമ്മളെ കാണുന്ന എന്താ, മോന് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ച്, അവരൊക്കെ മോന് കണ്ട് ഇതിലൂടെ കാണുന്നുണ്ട്. നോക്കിയേ, അവരോടൊക്കെ ഹായ് പറഞ്ഞേ. ഗബ്രൂട്ടൻ നല്ല ചൂട് കേട്ടോ, കയ്യിലോട്ട് വെച്ചപ്പോ തന്നെ നല്ലോണം ചൂട് ഫീൽ ചെയ്യുന്നു. പിച്ചേ ഭാവിയിൽ പിടിക്കാനുള്ള ഞങ്ങക്ക് കിട്ടത്തില്ലായിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ, ചൂടൊക്കെ ഇപ്പൊ ഞാൻ എടുത്തപ്പോഴും നല്ല രീതിയിൽ ചൂടുണ്ട്. സിറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ 6 മണിക്കൂറാണ്. അപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, എന്തൊക്കെ അവനും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, അങ്ങനെ നമുക്ക് പൈസ ഒന്നും നിങ്ങൾ സഹായിക്കണ്ട, അപ്പൊ ചെറിയൊരു ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആണെങ്കിൽ മാക്സിമം നമ്മുടെ ചാനലിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പൈസ ആയിട്ട് നിങ്ങൾക്കൊന്ന് സഹായിക്കണം നമ്മൾ പറയുന്നില്ല, പക്ഷെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം എത്ര പേര് കാണുന്നു അതിൻ്റെതായിട്ടുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടുന്നതായിരിക്കും. കാരണം എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമില്ലേ, ഒരു വീടെന്നുള്ളൊരു ആഗ്രഹം. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്, നമ്മളെ പറ്റുന്നത്രയും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കുടുംബത്താണ്, അപ്പൊ എന്റെയും ഇവളുടെയൊക്കെ ആഗ്രഹം വെച്ചാൽ സ്വന്തമായിട്ട് എവിടെയെങ്കിലും 2 സെന്റ് വസ്തു വാങ്ങിച്ച് അവിടെ ഒരു വീട് വെക്കണം ഞങ്ങളുടെ ആഗ്രഹം തന്നെ. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ വന്നത്. അപ്പം ഇപ്പൊ തൽക്കാലം ഒരു ചെറിയ ഷെഡ് അടിച്ചിട്ട് നമുക്ക് പറ്റുന്ന ഇത്രയും നാൾ നോക്കിയതിന് ശേഷം പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോസും നമ്മുടെ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്താൽ മതി. നമുക്ക് പൈസ ആയിട്ടൊന്നും തന്നെ ആരും സഹായിക്കുന്നില്ല, നമ്മൾ അങ്ങനെയുള്ള സഹായം ചെയ്യില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നന്മയുള്ള മനസ്സുള്ളവരാണെങ്കിൽ നമ്മളെ സഹായിക്കുക, ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ ഇന്നലെ നമുക്കൊരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ സുട്ടുമണി വന്നിട്ടുള്ള നമ്മുടെ ഗബ്രു വന്നിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂല് ഇങ്ങനെ ഇരുത്താറായോ ചോദിക്കും കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ അത്യാവശ്യം തല ഇതായിരുന്നു, പക്ഷെ ഇങ്ങനെ ഇരുത്തുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇരുത്തുന്നത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കരഞ്ഞാലും ഇങ്ങനെ ഇരുത്തുന്നതും തോളെ കിടത്തുന്നതും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ഉള്ള ഞങ്ങൾക്ക് ഒരു പേടി വെച്ചാൽ പുള്ളിക്കാരൻ തനിയെ മാറി കേട്ടോ. മറിഞ്ഞിട്ട് കൊറേ തവണ ഈ കൈ മാത്രം ഇങ്ങനെ ഇതായിട്ട് തലയും ഇതായിട്ട് പോകുന്നുണ്ട്, ബാക്കി ഫുള്ള് ഉടല് ഫുള്ള് തിരിഞ്ഞു വരും. ഒരു 2 2 കിടന്നു
ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ അടഞ്ഞു കിടക്കും. അപ്പം ഒരു വട്ടം ഡോറയ്ക്ക് ഇപ്പൊ നടക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാൻ തീരെ പറ്റില്ല. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ വാതിലിന്റെ അടുത്ത് വരെ നടക്കണമെങ്കിൽ 5 മിനിറ്റോളം എടുക്കും ഡോറ തനിയാണെങ്കിൽ. അപ്പൊ ഞാനാണെങ്കിൽ കുളിക്കാൻ വേണ്ടി നമ്മളിപ്പോ പുതിയ ബാത്റൂം, നമ്മുടെ മറ്റേത് അറ്റാച്ച്ഡ് ആയിരുന്നില്ല, മറ്റേ ഇപ്പൊ പുതിയ ബാത്റൂം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മോനെ ഇവിടെ കിടത്തിയിട്ട് ഇവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വെള്ള പൈപ്പ് ഒന്ന് ഓൺ ചെയ്യാൻ പോകണമായിരുന്നു. അപ്പൊ ഓൺ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കിടത്തിയിട്ട് പോയ ആള് തിരിഞ്ഞു കിടക്കുന്നു, മുഖം ഇങ്ങനെ കിടക്കും, ചങ്ക് കത്തിപ്പോയി സത്യം പറഞ്ഞാല്. ഓടി വന്ന് എടുത്ത്. അതുപോലെ തന്നെ ഒരു ദിവസം ഡോറ ഇങ്ങനെ പാല് കൊടുത്തിട്ട് ഇവിടെ ഞാൻ ഇതിന്റെ ഒരു തലയണുണ്ട്, ഫീഡിങ് പില്ലോ ഉണ്ട്, അന്നേരം അതിനകത്താണെങ്കിൽ കിടത്തി അതിൽ തന്നെ കിടത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയായിരുന്നു. മുടി ഇവിടെ ഇരുന്ന് മുടി ചീകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ എന്തോന്ന് ഭാഗ്യത്തിന് തിരിഞ്ഞു നോക്കിയപ്പം കമന്നിടക്കം മൂക്കും പൊത്തി ഇതായിക്കൊണ്ട്. അതുകൊണ്ട് ഇപ്പൊ പേടിയായി. ഇപ്പൊ ഞങ്ങള് ഭയങ്കര പേടിയാണ്. ഒന്നാമത് നമുക്ക് പേടിയുണ്ട്. ഇവനിപ്പോ കാര്യങ്ങളൊക്കെ ചോദിച്ചു എത്ര മാസം എന്നിട്ടോ. ഈ വരുന്ന 8-ാം തീയതി ആകുമ്പം കറക്റ്റ് 3 മാസമാകും. ആ 8-ാം തീയതി തന്നെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. മോന്റെ സർജറിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് 8-ാം തീയതി തന്നെയാണ്. പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. 8-ാം തീയതി ചെല്ലുമ്പോഴത്തേക്ക് വിശ്വാസമുണ്ട്, പണ്ടത്തെ പോലെ ഇപ്പൊ മനസ്സിന് നല്ല ധൈര്യമുണ്ട്, വിശ്വാസവും ഉണ്ട്. കാരണം ഇപ്പം മോനാണെങ്കിൽ മറ്റേ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശനിയാഴ്ച ചെന്നപ്പം സർജറിക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സത്യത്തിൽ ചെന്നത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു, സർജറിക്ക് നമുക്ക് ഡേറ്റ് എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. പക്ഷെ ചെന്നപ്പോ എന്തായാലും ഇപ്പോഴേ സർജറി വേണ്ടാന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒക്കെ ഒരു ആശ്വാസം ആയി എവിടേക്കോ. എന്തായാലും ആ ഒരു സമാധാനത്തോടു കൂടിയാണ് ഞങ്ങൾ 8-ാം തീയതി പോവാൻ പോകുന്നത്. ചെന്നതിന് ശേഷം അറിയാം. ദൈവം സഹായിച്ച് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഫലം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സർജറി വേണ്ടാന്ന് ഡോക്ടർ പറയാം. ആ ഒരു വാക്കും പ്രതീക്ഷിച്ച് ഞങ്ങളെല്ലാവരും പോകാൻ പോകുന്നത്. അതിന്റെ ഒരു കാത്തിരിപ്പാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. 2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഷെഡിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. തൽക്കാലം ഒരു തകര ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഷെഡ് ഞങ്ങളിപ്പോ പോകുന്നുള്ളൂ. കാരണം ഈ റൂം എപ്പോ വേണേലും വീഴാം. അപ്പുറത്ത് പോയി എല്ലാരും പറഞ്ഞു അപ്പുറത്ത് അമ്മയുടെ ഒക്കെ കൂടെ പോയി നിന്നൂടെ. അമ്മയുടെ കൂടെ പോയി അല്ല നമ്മള് കാര്യം പറഞ്ഞാണ്. അമ്മയുടെ കൂടെ പോയി നിന്നൂടെ എന്നൊക്കെ ചോദിച്ചു. അമ്മയുടെ കൂടെ പോയി നിൽക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ പോയി നിൽക്കാനൊക്കെ നല്ല. അവരും നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മളാണ് പോകാതെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് മോന് പൊടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവിടെ പൂശിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മള് ഇങ്ങനെ തൽക്കാലം ഒന്ന് ഇവിടെ നിൽക്കാൻ, എന്നിട്ട് എല്ലാം സെറ്റായിട്ട് ഇവിടെ ഞാൻ കിടത്തട്ടെ. പാട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരനാണെങ്കിൽ ഓക്കെ ആവും. ഇത് പറഞ്ഞപ്പോഴാ ഫ്ലിപ്കാർട്ടിന്ന് ഡ്രസ് ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ് എന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇതല്ല, ഇങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെ ഇത് വരുന്ന നമ്മുടെ ബനിയൻ ടൈപ്പ് ആണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം. ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, മീഷോയിൽ ഓർഡർ ചെയ്തത്. ബനിയൻ ടൈപ്പിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ബനിയൻ ടൈപ്പിൽ വരുന്ന മോന് ഇടാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. സംഗതി വന്നത് നോക്കിയതാ, ഈ ഇട്ടേക്കുന്നതാ വന്നത്. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ ഇതിന്റെ സെയിം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നത് 5 എണ്ണം ഉണ്ട്. കളർ ഷെയ്ഡ് വ്യത്യാസം വരും. നീല, ഓറഞ്ച്, റോസ്, യെല്ലോ, പിങ്ക്. അത് സെയിം തന്നെ വന്നത്. ഒരിക്കലും സൈസ് കുറവാണ്. ഇത് സൈസ് കുറഞ്ഞ, പക്ഷെ അവൾ ഓർഡർ ചെയ്തത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം. 6 മന്തിന്റെ ഓർഡർ ചെയ്ത സാധനം ഇതല്ല, പക്ഷെ വന്ന സാധനം എന്താ നോക്കി ഇതാണ്. എന്ത് ചെയ്യാനാ? എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്ര നേരം എന്നോടായിരുന്നു സംസാരം മൊത്തം. ഇപ്പഴാ കൊച്ചെന്നെ കണ്ടത്. അത് വെച്ചാ കൊച്ചിനെ കടത്തി കഴിയുമ്പോൾ കൊച്ചിങ്ങനെ ഹൈറ്റുള്ള ആളല്ല കൊച്ചു കാണത്തുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന കൊച്ചാകെ എന്നെ കാണുന്ന പാൽ ഓടിക്കാൻ നേരത്ത് മാത്രം. ഇനി കൊച്ചി എഴുന്നേറ്റിരിക്കാറാകുമ്പോഴാണ് നടക്കുന്ന എന്നെ കാണത്തുള്ളൂ. എന്നെ ചിലപ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നൊക്കെ കൊണ്ട് എന്നെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ കാണാം. അതുകൊണ്ട് എന്റെ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ കട്ടിലേ ഇരിക്കുകയാണെങ്കിലും അവള് കസേര ഇരിക്കുമായിരിക്കും, ഇവനെ കട്ടിലേ കിടത്തിയിട്ട് ഞാൻ കട്ടിലേ ഇരിക്കുമായിരിക്കും. എന്റെ ഭാഗത്തോട്ട് നോക്കത്തോളൂ, ഇവളുടെ ഭാഗത്തോട്ട് നോക്കാറുമില്ല. തിരിഞ്ഞു നോക്കും, തല തിരിച്ചു വെച്ച് നോക്കും. ഇപ്പോഴാണ് അമ്മേനെ കണ്ടേ. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങള് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ പറയുന്നുണ്ട്. യൂട്യൂബറാ
പറ. എന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പറയൂ. അതാണ് പ്രധാന കാരണം, അതാണ്. അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. എന്തായി? ആയോ? അത് തന്നെ. എന്നിട്ട് വല്ലവരും വല്ലതും പറഞ്ഞോ? അങ്ങനെയും പറഞ്ഞു. അയ്യോ, അപ്പൊ കൂട്ടുകാരെ കോള് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാരും ഞങ്ങൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും മാക്സിമം ഇത് എത്തിച്ചു കൊടുക്കണം നമ്മുടെ വീഡിയോസ്. അപ്പോ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.